ഞാൻ തൊലത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവനൂർ. നമ്മൾ കാണിക്കുന്നൊരു BS6 സ്റ്റാൻഡേർഡാണ്. നമ്മൾ ES ചെയ്തിട്ടുണ്ട്, KS ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡിൻ്റെ ആ ഒരു ടാങ്ക് ലൈനിങ്ങും ആ ഒരു കംപ്ലീറ്റ് റെട്രോ സ്റ്റൈൽ കീപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് പറഞ്ഞത്. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. എൻജിൻ ബ്ലാക്ക് വരുമെന്നുള്ളൂ. പിന്നെ സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. ഇപ്പോൾ BS6 സ്റ്റാൻഡേർഡിൽ കോമൺ ആളുകൾ കംപ്ലയിൻസ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻസ് ആണെന്ന് പറയുന്നുണ്ട്. അത് ഒരു റീസൺ നമ്മൾ ഇതിന് മനസ്സിലാക്കി ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. പിന്നെ ഫ്യൂൽ പമ്പ് വർക്കാവുന്നില്ല. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ മെയിൻ വിഷയം തന്നെ ഫ്യൂൽ പമ്പ് ചില സമയത്ത് ഓൺ ആവുന്നില്ല, ഓഫ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ഡയഗ്നോസ് ടൂൾ വെച്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ റീസൺ കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഒന്നും നോക്കാനല്ല, മാനുവലായിട്ട് ചെക്ക് ചെയ്യാവുന്നുള്ളൂ. ഡയഗ്നോസ് ചെയ്യേണ്ട നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഡയഗ്നോസ് ചെയ്താൽ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ECM ഉണ്ടായിരിക്കുന്ന എറർ കോഡ് കംപ്ലീറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാനുഫാക്ചറിലായിട്ട് തെളിവായി തന്നെ കോഡ് രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവും. അത് പ്രൊഫഷണൽ ടൂൾ കൊണ്ട് മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ കേട്ടോ. മാക്സിമം പ്രൊഫഷണൽ ടൂൾ ഉപയോഗിച്ച് നമ്മൾ വർക്ക് എടുക്കാൻ ശ്രമിക്കുക. എന്നാലും നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് അതിൻ്റെ വണ്ടീൻ്റെ പ്രോപ്പർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ റിലേൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ റിലേ ലൂസ് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ ആ ലൂസ് കോൺടാക്റ്റ് തീർക്കാൻ ശ്രമിക്കുക. വർക്ക്ഷോപ്പ് പോയിട്ട് ലൂസ് കോൺടാക്ട് റിലേൻ്റെ ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ ഫ്യൂൽ പമ്പിൻ്റെ റിലേയുടെ ഒരു ലൂസ് കോൺടാക്റ്റ് ഉണ്ടാവും. ആ ലൂസ് കോൺടാക്റ്റ് മെയിൻ തീർക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വഴി കുടുങ്ങാനുള്ള സാധ്യത കൂടുതലാണ് കുറച്ച് കഴിയുമ്പോൾ കേട്ടോ. അതിൻ്റെ ഒരു റിലേൻ്റെ ഒരു നമ്മൾ സാധാരണ ഒരു ബോക്സായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അതൊരു മൈനസായിട്ടെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാറിലൊക്കെ മാതിരി ശരിക്കും ഒരു ബോക്സ് റിലേ കറക്റ്റ് ഷെയ്ക്ക് ചെയ്യാത്ത രീതിയിൽ റബ്ബർ മൗണ്ടിങ്ങിലാണ് അതിൽ റിലേ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് വണ്ടിക്ക് ഓൾറെഡി ഒരു വൈബ്രേഷൻ ഉണ്ടാവുമല്ലോ. ആ ഒരു വൈബ്രേഷനിൽ അത് ഇളകിയിട്ട് ചെറുങ്ങനെ ലൂസ് കോൺടാക്റ്റ് വരാൻ മിസ്സിങ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇഗ്നിഷൻ ഓണാകുന്ന സമയത്ത് ടാങ്കിൻ്റെ അവിടെ ചെവിയ ചിലരെ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യണ്ടോ അല്ലേ എന്നുള്ളത്. അത് ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യില്ല എങ്കിൽ പിന്നെ നമ്മൾ വെറുതെ കിക്ക് ചെയ്തിട്ട് വെറുതെ കാല് വേദന ആക്കണ്ട. ആ ഫ്യൂൽ പമ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രം കിക്ക് ചെയ്യല്ല. വെറുതെ നമ്മൾ കിക്ക് ചെയ്ത് സ്റ്റാർട്ടാവുന്നില്ല പറഞ്ഞിട്ട് ഇഗ്നിഷൻ കില്ലർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ പമ്പിൽ നിന്ന് ഫ്യൂൽ ടാങ്കിൽ നിന്ന് ശബ്ദം വരും. പമ്പ് വർക്ക് ചെയ്യുന്നത് അത് ശബ്ദം വരുന്നില്ല. പിന്നെ നമ്മൾ കിക്ക് ചെയ്യാൻ നിൽക്കരുത്. അത് നോക്കുക, റിലേ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അത് ലെഫ്റ്റ് സൈഡ് ടൂൾ ബോക്സിലാണ് ഉണ്ടാവുക. ഒരു 4 റിലേ ഉണ്ടാവും. ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ റിലേ കിടക്കുന്നത്, ഫ്യൂൽ പമ്പിൻ്റെ റിലേ കിടക്കുന്നത്. റിലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പ്രസ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് റോയൽ എൻഫീൽഡ് ES, KS എന്ന 2 മോഡലിൻ്റെ ആ ഒരു റിവ്യൂസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ES, KS ഒക്കെ ആണെങ്കിലും കൂടി അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഫേസ് ലിഫ്റ്റ് മോഡലാണ്. ഒരു ഞാൻ പറഞ്ഞല്ലോ സ്റ്റാൻഡേർഡ് എന്ന രൂപത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ ഒരു വണ്ടി പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള, അതായത് കോസ്മാറ്റിക് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വണ്ടി എന്ന് മാത്രമേ ES-നെ KS-നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ വരുന്നതും പിന്നെ ഞാൻ പറഞ്ഞ ട്രഡിഷണൽ റെട്രോ സ്റ്റൈൽ കീപ്പ് ചെയ്തിട്ട് ടാങ്കിൻ്റെ ലൈനൊക്കെ ചെയ്തിട്ട് ആ ഒരു മോണോഗ്രാം സിസ്റ്റം മാറ്റി സ്റ്റിക്കർ ആണെങ്കിലും കൂടെ ആ ഒരു സ്റ്റാൻഡേർഡ് രൂപത്തിലുള്ളൊരു വണ്ടിയാണ് ശരിക്കും BS6 സ്റ്റാൻഡേർഡ് വരുന്നത്. അതല്ലാതെ BS6 KS ആണെങ്കിലും ES ആണെങ്കിലും ഒക്കെ സെയിം പെർഫോമൻസ് ആണ്. അത് പിന്നെ അതേമാതിരി സെയിം ക്രാങ്ക് വെയിറ്റ് ആണ്, സെയിം ലോ ആൻഡ് ടോർക്കാണ് വരുന്നത് കേട്ടോ. അതിൽ യാതൊരു മാറ്റമില്ല. അതേമാതിരി റൈഡിങ് കംഫർട്ടിൽ യാതൊരു മാറ്റമില്ല. പിന്നെ ആകെ KS-ൽ പിന്നെ ES-ൽ വരുന്ന ഇലക്ട്രിക് സ്റ്റാർട്ടാണ്. ആ ഇലക്ട്രിക് സ്റ്റാർട്ട് ആണെങ്കിലും കൂടെ അതിന് നമ്മൾ ക്രാങ്ക് വെയിറ്റിന് യാതൊരു മാറ്റവും വരുന്നില്ല. പഴയ മാതിരി ആളുകൾ പറയുന്ന മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ക്ലാസിക്കിൻ്റെ ക്രാങ്കാണ് എന്നുള്ള. അതൊന്നും അല്ല. പക്ക സ്റ്റാൻഡേർഡിൻ്റെ ക്രാങ്ക് തന്നെ വെച്ചിട്ട് തന്നെയാണ് അത് സെൽഫ് സ്റ്റാർട്ട് ഫിറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതിലൊന്നും യാതൊരു ടെൻഷനും ഇല്ല. സെയിം ടോർക്കും സെയിം ആ ഒരു പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ പഞ്ചും നമുക്ക് ഈ 3 വാഹനത്തിൽ അനുഭവിച്ചറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലാകെ വരുന്നതെന്ന് പറഞ്ഞാൽ ആ കോസ്മെറ്റിക് ചേഞ്ച് മാത്രമാണ്. അത് പെയിൻറ്റിങ്ങിൻ്റെയും ആ ഒരു എൻജിൻ്റെ കളറിങ്ങിൻ്റെയും ചേഞ്ചുകൾ മാത്രമാണ് മെയിനായിട്ട് ഇതിൽ വരുന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ.
അപ്പം ഞാൻ പറഞ്ഞല്ലോ BS6 വണ്ടി പിന്നെ ES ആണെങ്കിലും KS ആണെങ്കിലും ക്ലാസിക് ആണെങ്കിലും സ്റ്റാൻഡേർഡ് ആണെങ്കിലും ഏതൊരു വാഹനം J സീരീസിന് തൊട്ട് മുമ്പ് അതായത് ഡിസ്കണ്ടിന്യൂഡ് ആവുന്നതിന് തൊട്ട് മുന്നേ ഈ എൻജിൻ വന്നിട്ടുള്ള ലാസ്റ്റ് ജനറേഷൻ വാഹനം പിന്നെ എല്ലാ എൻജിനും തന്നെ പിന്നെ ട്രഡീഷണലായിട്ട് ആ ഒരു ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ടെക്നോളജി ആ എൻജിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. J സീരീസ് അല്ല കേട്ടോ. അതൊക്കെ കംപ്ലയിൻസ് ആണെന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ ഈ ഒരു പിന്നെ ECM, ത്രോട്ടിൽ ബോഡി, അതുമാതിരി ECMനാണ് കൂടുതലും കംപ്ലയിൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി ABS മോഡുലേറ്റർ അത് കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. ABSൻ്റെ മോഡൽ ഇതൊക്കെ മുന്നേ പറഞ്ഞിട്ടുള്ള തന്നെയാണ്. ABSൻ്റെ മോഡലിൽ 15-16 രൂപ വില വരുന്നുണ്ട്. അപ്പോൾ ECM ആണെങ്കിൽ 4,000 സംതിങ് വരുന്നുണ്ട്. ത്രോട്ടിൽ ബോഡിക്കും അതേ 4,000 സംതിങ് തന്നെയാണ് വില വരുന്നത്. സ്റ്റാൻഡേർഡിൻ്റെ കാര്യത്തിലാകുമ്പോൾ ക്ലാസിക്കിലേക്ക് പോണ സമയത്ത് നമുക്ക് ഫേസ് ലിഫ്റ്റ് സെക്കൻഡിൽ വരുന്ന സമയത്ത് ECM ത്രോട്ടിൽ ബോഡിയൊക്കെ നമുക്ക് വരുന്നത് സെയിം ഇത് തന്നെയാണ്, ഒന്നിച്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിന് കംപ്ലയിൻസ് താരതമ്യേന കുറവാണ്. അപ്പോൾ നമ്മൾ മെയിൻ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇങ്ങനെയുള്ള വാഹനങ്ങൾ വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഹൈ പ്രഷർ വാഷ് നമ്മൾ പരമാവധി ഒഴിവാക്കുക. ഒരിക്കലും ആ ഒരു ഇലക്ട്രിക് പാർട്സിലേക്ക് ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലായിട്ടുള്ള സെക്ഷനിലേക്ക് ഒരിക്കലും ഹൈ പ്രഷർ വാഷ് ചെയ്യാതെ കഴിഞ്ഞാൽ അഥവാ ചെയ്യേണ്ടി വന്നാൽ തന്നെ കംപ്ലീറ്റ് ഡ്രൈ ആക്കിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടിക്കടിയുള്ള ഒരു പിന്നെ ബെഡ് സ്റ്റാർട്ടിങ്ങിൽ അതായത് ECMൻ്റെ ഭാഗങ്ങളുണ്ടാകുന്ന ആ ഒരു പിന്നെ വെള്ളത്തിൻ്റെ ആ ഒരു അംശം കൊണ്ട് എടുക്കേണ്ട സ്ഥിരമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കംപ്ലയിൻറ്റ് വരും. പിന്നെ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല, അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. വാട്ടർ സർവീസ് പരമാവധി ശ്രമിക്കുക. അതേമാതിരി ബാറ്ററി ഒരിക്കലും ഇഗ്നിഷൻ ഓൺ ചെയ്തതിന് ശേഷം ഒരിക്കലും നിങ്ങൾ ബാറ്ററി ടെർമിനൽ യൂസ് പിന്നെ ഒഴിവാക്കരുത്. അത് ബാറ്ററിൻ്റെ കണക്ഷൻ ഒരിക്കലും എടുത്തരുത്, പിന്നെ അയക്കരുത് ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ട്. പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇടയിൽ ക്യാമറ ഓഫായത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എവിടുന്നാണ് അതുകൊണ്ട് എവിടെയെങ്കിലും സ്റ്റാർട്ടിങ് ചിലപ്പോൾ അവിടെ ചില കട്ടായിട്ട് സ്റ്റാർട്ടിങ് ചെറിയൊരു വിഷയം ഉണ്ടാവും കേട്ടോ. എനിക്ക് മുഴുവനായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തീർന്നിട്ടില്ല. അപ്പോൾ ഞാനത് പറഞ്ഞു തോന്നുന്നു. ECMൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ത്രോട്ടിൽ ബോർഡിൻ്റെ പ്രൈസ് വരുന്നത് 4,000 രൂപയാണ്. ECMൻ്റെ അതേമാതിരി 4,000 സംതിങ് തന്നെയാണൊക്കെ പറഞ്ഞല്ലോ ഞാൻ ഈ ഒരു പിന്നെ സ്റ്റാൻഡേർഡിന് വരുന്നുള്ളത്. അപ്പോൾ നമ്മളൊരിക്കലും ഭയപ്പെട്ട് മാറ്റിയിരുത്തേണ്ട ഒരു വണ്ടിയല്ല. അപ്പോൾ പഴയ മോഡൽ കാർബറേറ്റർ വണ്ടി തന്നെ പോകണമെന്ന് വാശിയെടുക്കേണ്ട കാര്യമില്ല. കാരണം കാർബറേറ്ററിനേക്കാൾ വേറെ വണ്ടിൻ്റെ ഇതിനുള്ള കുറച്ചുകൂടി റീഫൈൻഡാണ് റൈഡിങ് എന്നുള്ളതാണ്. പിന്നെ അതുമാതിരി തന്നെ വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്യൂൽ ഇഞ്ചക്ടർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മൈലേജ് കിട്ടുന്നുണ്ട് സ്റ്റാൻഡേർഡിന് എന്നുള്ളതാണ്. അതൊരു വാസ്തവം തന്നെയാണ്. ശരിക്കും എനിക്ക് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അനുഭവിച്ചാറുള്ള വസ്തുതയാണ്. അപ്പോൾ അതിന് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അക്യുറേറ്റുള്ള ഫ്യൂൽ പിന്നെ ആ ഒരു പൾസ് വിടത്തിൽ തന്നെ അത് സ്പ്രേ ചെയ്യുള്ളൂ. പിന്നെ ഓക്സിജൻ സെൻസറിനോ അതിൽ കംപ്ലയിൻസോ കാണിച്ചാൽ മാത്രമേ നമുക്ക് സാധാരണഗതിയിൽ മൈലേജ് ഡ്രോപ്പ് ആവുള്ളൂ കേട്ടോ. ഓക്സിജൻ സെൻസർ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതായത് അങ്ങനത്തെ ഒരുപാട് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ഇതിൻ്റെ കറക്റ്റ് ഡാറ്റ എടുത്തിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് അതൊരു ഇത് തന്നെയാണ്. ലൈവ് ഡാറ്റ എടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ശരിക്കും സർവീസിലൊക്കെ ചെക്ക് ചെയ്യണം. അതർവൈസ് അതായത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിച്ച് കഴിഞ്ഞു, പ്രശ്നങ്ങളൊന്നുമല്ല, ഈ ഒരു സർവീസിൻ്റെ ആ ഒരു കുറച്ചും കൂടെ ഏബിളായിട്ടുള്ള കുറച്ച് എക്സ്പേർട്ടായിട്ടുള്ള വർക്കേഴ്സിന് മാത്രമേ ഈ ഒരു ബേസിക്സ് വണ്ടി ശരിക്കും പ്രോപ്പറായിട്ട് വർക്ക് എടുത്തിട്ട് നമുക്ക് സക്സസ് ആക്കാൻ പറ്റുള്ളൂ. അതായത് അടുത്തൊന്നും കംപ്ലയിൻസ് വരാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ബേസിക്സിന് കംപ്ലയിൻറ്റ് വരുന്ന രീതിയിലേക്ക് വർക്ക് എടുക്കാതെ ഒരു പ്രോപ്പറായിട്ട് അതിൻ്റെ കോർ ലെവലിൽ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയാൽ ഒരു പ്രശ്നക്കാരനല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ ഏത് വണ്ടി എടുക്കുകയാണ് ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടിയൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പിന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ ഇത് ബേസിക്സ് ഈ സ്റ്റാൻഡേർഡ് എടുക്കുന്നതും ഈ ടാങ്കിൽ ലൈൻ വരുന്ന അതായത് ഇതിൻ്റെ കോസ്മെറ്റിക് ചേഞ്ച് പറഞ്ഞല്ലോ കംപ്ലീറ്റ് റെട്രോ സ്റ്റൈലുള്ള ആ ഒരു സ്റ്റാൻഡേർഡിൻ്റെ രൂപഘടനയിൽ അത് കോസ്മെറ്റിക്കലി ബാക്കി എല്ലാം സെയിമാണ്. ബോഡി വൈസ് എല്ലാം കാര്യങ്ങളും സെയിമാണ്. ഈ പെയിൻറ്റിങ് വൈസാണ് പറഞ്ഞിട്ടുള്ളത്. ടാങ്കിൽ ലൈൻ ചെയ്തിട്ട് പിന്നെ പഴയ വണ്ടിയുടെ ആ ഒരു ലുക്കിലുള്ള വണ്ടിയാണ് ഈ സ്റ്റാൻഡേർഡ്. പിന്നെ വരുന്നതൊക്കെ ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ റെഡ് മെറൂൺ കളറിലൊക്കെയാണ് ടാങ്ക് കളർ ചേഞ്ചൊക്കെ വന്നിട്ടാണ് ES KS എന്നുള്ള
ആ ഒരു ഓൾഡ് വൈൻ ന്യൂ ബോട്ടിൽ എന്ന ഒരു കൺസെപ്റ്റിൽ വണ്ടി കുറച്ച് സെയിലാക്കിയിട്ടുണ്ട് റോയൽ എൻഫീൽഡ്. ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കളർ ചേഞ്ചൊക്കെ വരുത്തിയിട്ട് സെയിം പിന്നെ റിംസിൽ കൊടുക്കാതെ ഒരു വ്യത്യസ്തത്തിൽ വർത്തിക്കൊണ്ട് വണ്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ പെട്ടതാണ് KS, ES, സ്റ്റാൻഡേർഡൊക്കെ. 3 വണ്ടിയും സെയിം ആണെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഈ 3 വണ്ടിക്കും പിന്നെ ഒരു മാറ്റങ്ങളും ഇല്ല, പെയിൻറ്റിങ്ങിൽ മാത്രമേ മാറ്റമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. വേറെ കംപ്ലയിൻസിലാണെങ്കിലും, അതായത് ഇതാണെങ്കിൽ സെൽഫ് സ്റ്റാർട്ടിന് മാത്രം ആ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ നമ്മളതിൻ്റെ ഒരു എക്സ്ട്രാ മെയിൻ്റനൻസ് വരും. അതാണ് വസ്തുത. വേറെ വിഷയങ്ങളൊന്നും തന്നെയല്ല, ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. കഴിഞ്ഞ പരമാവധി ആൻസർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.